അരുൺ പൂപ്പറമ്പ, ഗുഡ് മോർണിംഗ് അരുൺ. ഇന്നലെ കാസർഗോട്ട് ഹോസ്പിറ്റലിൽ എന്തൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ മജിസ്ട്രേറ്റ് 5 മണി കഴിഞ്ഞിട്ടും അവിടെ ചെലവഴിക്കുന്നു, വലിയ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിക്കുന്നു, ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊതിച്ചോറുമായിട്ട് വരുന്നു, യുവമോർച്ച പ്രവർത്തകരൊക്കെ എത്തുന്നു. നമ്മൾ കരുതിയത് ഇന്നലെ തന്നെ ഹോസ്പിറ്റൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. പക്ഷേ ജ്യോതിയും വന്നില്ല, ഒന്നും വന്നില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഹോസ്പിറ്റൽ കോടതിയിൽ ഹാജരാക്കാൻ ഇന്നലെ പറ്റിയിട്ടില്ല, പിടികൂടാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് പി നൽകുന്ന വിവരം അവിടെ ചില പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ചില സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ വിന്യസിച്ചതാണ് എന്നാണ്. ചുരുക്കത്തിൽ ഇന്നും കാസർഗോഡ് വയനാട് അതിർത്തിയിൽ തെരച്ചിൽ തുടരുമോ? ശക്തമാക്കിയിട്ടുണ്ടോ? കൂടുതൽ സേനാംഗങ്ങളെ ഇറക്കിയിട്ടുണ്ടോ തെരച്ചിലിനായിട്ട് അരുൺ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോസ്ദുർഗ് കോടതിയിൽ നാടകീയമായ രംഗങ്ങളാണ് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ശേഷം നടന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങുമെന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. വൈകിട്ടോടെ വലിയ പോലീസ് സന്നാഹം അവിടെ എത്തുന്നു, ഈ രാഹുൽ കസ്റ്റഡിയിലായെന്ന സൂചനയൊക്കെ ലഭിക്കുന്നു. പക്ഷേ അതുണ്ടായില്ല. മജിസ്ട്രേറ്റ് പിന്നീട് വസതിയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോഴും പ്രത്യേക അന്വേഷണ സംഘവും ലോക്കൽ പോലീസിന്റെ വലിയ സഹായത്തോടെ ഈ കാസർഗോഡ് കർണാടക അതിർത്തിയിൽ വലിയ പരിശോധന ഇപ്പോഴും രാത്രിയിലും ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രത്യേക അന്വേഷണ സംഘം ലഭിച്ച അവസാനമായ ലൊക്കേറ്റ് ഈ സുള്ളിയിലാണ്, സുള്ളിയ പുത്തൂർ മേഖലയിലാണ്. അവിടെ നിന്ന് ഈ കാസർഗോട്ടേക്ക് ഇയാൾ കടന്നിട്ടുണ്ടോ എന്ന സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് വയനാട് അതിർത്തി പ്രദേശങ്ങളിലും ഈ പരിശോധന തുടരുന്നത്. അതിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം തന്നെ ലോക്കൽ പോലീസിൻ്റെയും വലിയ സന്നാഹമുണ്ട്. പ്രത്യേകിച്ച് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ആരാണ് ഈ സഹായം നൽകുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോഴും വ്യക്തതയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം സ്ഥിരീകരിക്കാത്ത വിവരം ആണ്. പക്ഷേ അവിടുത്തെ കോൺഗ്രസിന് തന്നെ പുത്തൂരിലെ MLA തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുന്നുണ്ട്. അത്തരമൊരു കേന്ദ്രത്തിലാണ് രാഹുൽ ഉള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പോലും ലഭിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ കാസർഗോഡ് നിർണായകമാണ്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ 2 സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുക, അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് വരെ ഈ ഒളിവിൽ തുടരാൻ സാധിക്കുമോ എന്ന സംശയമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കോടതിയിൽ ഹാജരാവുക എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട സാധ്യത ഹോസ്ദുർഗിലോ കാസർഗോട്ടെയോ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവുക എന്നതാണ്. ഹാജരായാൽ തന്നെ, കീഴടങ്ങിയാൽ തന്നെ കോടതി വളപ്പിൽ നിന്ന് പോലും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് പോലീസ് നടത്തി വരുന്നത്. ദീപക് മോഹൻ ബാംഗ്ലൂരുവിൽ തന്നെ തുടരുന്നുണ്ട്. ദീപക്, നമ്മൾ ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ബാംഗ്ലൂരുവിൽ എന്തായാലും നഗരാതിർത്തിയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രാമങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും ഒക്കെ ഇയാൾ പല സമയത്ത് പല കാറുകളിലായി സഞ്ചരിച്ചു എന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കർണാടകയോട് ചേർന്നുള്ള സുള്ളിയ ഭാഗത്ത് ഇയാളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ സ്പോട്ട് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ രാവിലെ പ്രേക്ഷകർക്കറിയാം, ഈ കാട്ടാനെ വെടിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് RRT സംഘം വരുമ്പോഴാണ് അരിക്കൊമ്പനെ അവിടെ സ്പോട്ട് ചെയ്തു, ചക്കാക്കൊമ്പനെ ഇവിടെ സ്പോട്ട് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സുള്ളിക്കടുത്ത് നമ്മുടെ കേരള അതിർത്തിക്കുള്ളിൽ അടുത്താണ് എവിടെയോ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? SIT സംഘം ഇപ്പോഴും ബംഗളൂരുവിൽ തന്നെ തുടരുന്നുണ്ടോ? ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. ദീപക്, വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. SIT സംഘം നിലവിൽ ബംഗളൂരുവിൽ പല മേഖലകളിലുണ്ട്. ഇന്നലെ രാത്രികളിലൊക്കെ തന്നെ ഈ അതിർത്തി മേഖലകളിലെ പോലീസ് സ്റ്റേഷനുകളിലും ഒപ്പം ആ മേഖലകളിലൊക്കെ തന്നെ SIT എത്തിയതായി നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ സുള്ളിയയിൽ, അതായത് കേരള കർണാടക അതിർത്തിയായ കർണാടകയിലെ ദക്ഷിണ കർണാടകയിലെ പുത്തൂരിനടുത്തുള്ള സുള്ളിയയിലാണ് ഏറ്റവും അവസാനമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ലൊക്കേഷൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കർണാടകയിലെ തന്നെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെയും ഒപ്പം MLAയുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ പുത്തൂരിനടുത്തുള്ള സുള്ളിയയിലൊക്കെ രാഹുൽ എത്തിയത് എന്നാണ് SITയുടെ വിവരം. അതോടൊപ്പം SITയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളൊരു സാഹചര്യം തന്നെയാണ്. നേരത്തെ 9 ദിവസമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 സംഘാംഗങ്ങളായി തിരിയുന്നു. പ്രത്യേക ലോക്കൽ പോലീസിന്റെ അടക്കം സഹായത്തോടു കൂടി പല മേഖലകളിൽ അന്വേഷണം നടത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി കണ്ടെത്താൻ, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ SITക്ക് കഴിയുന്നില്ല. SIT രാഹുൽ മാങ്കൂട്ടം എത്തിയ ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും രാഹുൽ അവിടെ നിന്ന് പെടുന്നതന്നെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു രഹസ്യ സംഘത്തിലേക്ക് മാറിപ്പോകുന്നു എന്നുള്ളത് SITയിൽ നിന്ന് തന്നെ രഹസ്യങ്ങൾ ചോരുന്നു എന്നുള്ളൊരു ഓക്കെ ദീപക് മോഹനാണ് ഇപ്പോൾ ബാംഗ്ലൂരുവിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. SITയിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ ചോരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരുടെ നമ്പർ തന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.